ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് നമുക്ക് ഡെഫിനേഷനാണ് മുകളിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ മുമ്പേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ലൈറ്റിന് എന്ത് നേച്ചറാണ്? ലൈറ്റിന് ഡ്യുവൽ നേച്ചറാണ്. എന്താണ് ഡ്യുവൽ നേച്ചർ? ലൈറ്റ് ഹാസ് വേവ് നേച്ചർ ആൻഡ് എന്ത് നേച്ചറാണ്? പാർട്ടിക്കിൾ നേച്ചർ. ഇതിനെക്കുറിച്ച് ഡൗട്ടുള്ളവർ കഴിഞ്ഞ വീഡിയോസ് നോക്കുക. അതിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, ബ്ലാക്ക് ബോഡി എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഫക്റ്റാണ് നമ്മുടെ ഏത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. കൺഫേം ചെയ്യുന്ന ഒരു ഇഫക്റ്റാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ നമ്മൾ ഡെഫിനേഷനിലേക്ക് കടക്കുക വെച്ചാൽ നോക്കുക. എന്താണ് ഡെഫിനേഷൻ പ്രകാരം? ഇൻസ്റ്റൻറ്റ് ഇജെക്ഷൻ. ഇൻസ്റ്റൻറ്റ് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് തന്നെ ഇജക്റ്റ് ചെയ്യുക, പുറത്തോട്ട് വരിക. എന്താണ് പെട്ടെന്ന് പുറത്തോട്ട് വരുന്നത്? ഇലക്ട്രോൺസ്. എവിടുന്ന്? ഫ്രം ദ സർഫേസ് ഓഫ് എ മെറ്റൽ വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി സ്ട്രൈക്സ് ഓൺ ഇറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താണ് മുകളിൽ എഴുതിയ ഡെഫിനേഷൻ്റെ അർത്ഥം? നമ്മളൊരു മെറ്റൽ എടുത്തു. ജനറലി മെറ്റൽസ് നമ്മൾ പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഇതാണ് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് എടുക്കണ മെറ്റൽസ്. സോ ഇതിൽ ലൈറ്റ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് സ്ട്രൈക്ക് ചെയ്താൽ ഉടനെ തന്നെ എന്ത് അവിടുന്ന് പുറത്തോട്ട് വരും? ഇലക്ട്രോൺസ് വിൽ ബി ഇജക്റ്റഡ് ഔട്ട്. ദിസ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നമ്മൾ കൂടുതൽ ഡീറ്റെയിലിൽ പോവാച്ചാൽ ദിസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ സയൻറ്റിസ്റ്റ് ഹെൻറി ഹെഡ്സ്. അപ്പോൾ ഹെഡ്സിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ഹെഡ്സ് എന്ത് ചെയ്തു? 2 മെറ്റൽ പ്ലേറ്റ്സ് എടുത്തു. ഈ മെറ്റൽ പ്ലേറ്റ്സിനെ വയറുകൊണ്ട് എന്ത് ചെയ്തു? ഹി കണക്റ്റഡ് ഇറ്റ്. ഇനി ഇത് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഹി കണക്റ്റഡ് ഇറ്റ് ടു ആൻ അമീറ്റർ. അമീറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കറൻറ്റ് ഫ്ലോ നോക്കാനുള്ളതാണ് എന്ത്? നമ്മുടെ എമീറ്ററിൻ്റെ ഫംഗ്ഷൻ. സോ 2 മെറ്റൽ പ്ലേറ്റിനെ വയറുകൊണ്ട് കണക്ട് ചെയ്തിട്ട് അമീറ്ററിൻ്റെ ഒപ്പം കറൻറ്റ് ഫ്ലോ നോക്കാൻ നോക്കി. സോ ഹി ഒബ്സർവ് ദാറ്റ് ഇതിലേക്ക് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ എന്തായിരിക്കും? ഇതിന് ഇലക്ട്രോൺസ് വെയർ ഇജക്റ്റഡ് ഫ്രം ദ മെറ്റൽ സർഫേസ്. സോ ഒന്നും കൂടി ഇത് ഡീറ്റെയിലിൽ നമുക്ക് പോവാച്ചാൽ മെയിനായിട്ട് 2 പാരാമീറ്റേഴ്സിൻ്റെ മുകളിലാണ് ഏത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 2 പാരാമീറ്റേഴ്സ്? ഒന്ന് ഫ്രീക്വൻസി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻറ്റൻസിറ്റി. ഏതൊക്കെ 2 പാരാമീറ്റേഴ്സ് ആണ്? ഒന്ന് ഫ്രീക്വൻസിയും ഒന്ന് ഇൻറ്റൻസിറ്റിയും. ഇനി എന്താണ് ഈ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? ഫ്രീക്വൻസി റെഫേഴ്സ് ടു ദ കളർ ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ്. നമ്മൾക്കിപ്പോൾ കളർ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? വിസിബിൾ റീജിയൻ ഉണ്ടാവാം. അപ്പോൾ കളർ ഓഫ് ദ ലൈറ്റ് ഇൻസിഡൻറ്റ് ആണ് നമ്മുടെ ഏത്? ഫ്രീക്വൻസി. അപ്പോൾ ഇൻറ്റൻസിറ്റി പറഞ്ഞാലോ? ഇൻറ്റൻസിറ്റി റിഫേഴ്സ് ടു ദ എന്താണ്? ബ്രൈറ്റ്നസ് ഓഫ് ദ ലൈറ്റ്. ഫ്രീക്വൻസി refers to the color of the light and intensity refers to the brightness of the light. അപ്പം നമ്മുടെ എക്സ്പെരിമെൻറ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ ആദ്യം ഒരു ചെറിയ ഫ്രീക്വൻസി 110 ഹെഡ്സ് ഫ്രീക്വൻസിയുടെ ലൈറ്റാണ് ഈ മെറ്റൽ പ്ലേറ്റ്സിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മെറ്റൽ പ്ലേറ്റ്സിൽ ഒരു കറൻറ്റ് ഫ്ലോ ഇല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഇജക്റ്റ് ആവുണ്ടായിരുന്നില്ല. ആസ് ദ ഫ്രീക്വൻസി വാസ് ഇൻക്രീസ്ഡ്, ഫ്രീക്വൻസി കൂട്ടി വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇത് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂസ് പറയാണ് കേട്ടോ. ആസ് ദ ഫ്രീക്വൻസി ഇൻക്രീസ്ഡ്, ഒരു 230 ഹെഡ്സ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ ഇലക്ട്രോൺസ് വെയർ ഇജക്റ്റഡ് ഔട്ട് ഓഫ് ദ മെറ്റൽസ്. ഇലക്ട്രോൺസ് വെയർ ഇജക്റ്റഡ് ഔട്ട് ഓഫ് ദ മെറ്റൽ. ഇല്ലെങ്കിൽ എന്തായിരുന്നു? ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ എന്തായിരുന്നു? ഈ മെറ്റൽ സർഫേസിന് ഇലക്ട്രോൺസ് പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് താഴെ ഇപ്പോൾ നമ്മൾ 229 ഹെഡ്സ് ആണ് എടുക്കുമ്പോൾ എന്താണ്? യാതൊരു വ്യത്യാസവും വരുന്നില്ല. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ദ ഇലക്ട്രോൺസ് വെയർ ഇജക്റ്റഡ് ഔട്ട് ഓഫ് ദ മെറ്റൽ സർഫേസ്. ദിസ് പോയിന്റ് ഓർ ദിസ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി at which the electrons were ejected from the metal surface is known as എന്ത് ഫ്രീക്വൻസിയാണ്? threshold frequency. threshold frequency നെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ന്യൂ നോട്ട്. നമ്മളെങ്ങനെയാണ് വരും ഫ്രീക്വൻസി റെപ്രസെൻറ്റ് ചെയ്യുക? വരും ഫ്രീക്വൻസീസ് റെപ്രസെൻറ്റഡ് ആസ് ന്യൂ ആൻഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസീസ് റെപ്രസെൻറ്റഡ് ആസ് ന്യൂ സീറോ. സോ എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ദ പർട്ടിക്കുലർ ഫ്രീക്വൻസി at which എന്താണ്? the electrons are ejected
ejected from the metal surface. Electrons are ejected from the metal surface is known as, in the frequency ആണ്, it is known as threshold frequency. The minimum frequency, അങ്ങനെ നമുക്ക് പറയാം, the minimum frequency at which the electrons are ejected. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു 230 ഹെർട്സ് ആണ് നമ്മുടെ particular frequency. So ഈ frequency കൂടി വരുമ്പോൾ ഇതിൻ്റെ അപ്പുറം ഇപ്പോൾ 232 ആവാം 235 ആവാം, when the frequency was increased, the electrons ejected were also increased. കൂടുതൽ electrons frequency കൂടുമ്പോൾ എന്തായി വരുന്നുണ്ടായിരുന്നു, കൂടുതൽ electrons were ejected. So we can say that there is a relation between ഏതാണ് നമ്മുടെ frequency and wavelength. എന്താണ് ഫ്രീക്വൻസിയും വേവ്ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ? ലാംഡ ഈക്വൽ ടു എന്താണ്, സി ബൈ ന്യൂ. അപ്പം നമ്മൾ ത്രഷ്-ഹോൾഡ് ഫ്രീക്വൻസി പറയുമ്പോൾ ഇത് നമ്മുടെ എന്ത് വേവ് ലെങ്ത് ആണ്? ഇറ്റ് ഈസ് അവർ ത്രഷ്-ഹോൾഡ്, എന്ത് പറയാം നമുക്ക്, ഇറ്റ് ഈസ് അവർ ത്രഷ്-ഹോൾഡ് വേവ് ലെങ്ത്. അപ്പം നമ്മൾ നോക്കി ഫ്രീക്വൻസി എന്താണ്, കൂടി വരികയായിരുന്നു. അപ്പം നമുക്കറിയാം ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പോൾ വേവ് ലെങ്ത് എന്തായിരിക്കും, വേവ് ലെങ്ത് വിൽ ബി ലെസ്. സോ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റിന് എന്ത് പറയാം, ഏറ്റവും പോയിന്റ് എന്ത് പറയാം, ഫസ്റ്റ് പോയിന്റ് എന്താണ്, ദർ ഷുഡ് ബി എ മിനിമം ഫ്രീക്വൻസി ഓർ എന്താണ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി above which the electrons were ejected, and it is known as എന്ത് ഫ്രീക്വൻസി ആണ്? യെസ്, ഇറ്റ് ഈസ് നോൺ ആസ് ത്രഷ്-ഹോൾഡ് ഫ്രീക്വൻസി. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ത്രഷ്-ഹോൾഡ് ഫ്രീക്വൻസി കിട്ടിയതിന് ശേഷം നമ്മൾ ഇൻറ്റൻസിറ്റി നോക്കുമ്പോൾ, കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും തമ്മിലുള്ള വ്യത്യാസം. ഇൻറ്റൻസിറ്റി പറയുമ്പോൾ എന്താണ്, കളർ കൂട്ടുക, ബ്രൈറ്റ്നസ് കൂട്ടുക. വെൻ ദ ഇൻറ്റൻസിറ്റി വാസ് ഇൻക്രീസ്ഡ്, ഇൻറ്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നേ, ദ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് വെർ ഗ്രേറ്റർ. എന്തായിരുന്നു, ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്റ്റഡ് വെർ കൂട്ടും. ഇൻറ്റൻസിറ്റി എന്താണ്, ബ്രൈറ്റ്നസ് അല്ലേ. നമുക്കിപ്പോൾ നമ്മുടെ ടി വിയിൽ തന്നെ ചിലപ്പോൾ കളർ കൂട്ടാം, ബ്രൈറ്റ്നസ് കൂട്ടാം, ബ്രൈറ്റ്നസ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം അല്ലേ. സോ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഇലക്ട്രോൺസും എന്തായിരുന്നു, കൂടുതലായിരുന്നു ഇജക്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നത്. സോ ഇൻ ടോട്ടൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്മുടെ ഒബ്സർവേഷൻ എന്തൊക്കെയായിരുന്നു? ഇൻ ദ കേസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ദ ഒബ്സർവേഷൻ വാസ് ഫസ്റ്റ് വൺ എന്താണ്, there should be a minimum frequency above which the electrons will eject electrons, which is known as എന്താണ്, threshold frequency. രണ്ടാമത് എന്താ നമ്മൾ നോക്കി, on increasing the frequency, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരുന്നേ, കൈനറ്റിക് എനർജി വാസ് ഇൻക്രീസ്. ഇപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്നുള്ള ടേം ഇവിടുന്ന് വന്നു, നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് എന്താണ് ഇജക്റ്റ് ആവുമായിരുന്നു, പറഞ്ഞെന്താണ് ഇലക്ട്രോൺസ് പുറത്തോട്ട് വരുമായിരുന്നു. സോ ഇലക്ട്രോൺസ് പുറത്തോട്ട് വരുമ്പോൾ അതിനെന്തുണ്ടാവും, ഒരു സ്പീഡ് ഉണ്ടാവും. ആ എനർജീനെ നമുക്ക് എന്ത് എനർജി ആയിട്ടാണ് പറയുക, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്, ഹാഫ് mv². സോ ഫ്രീക്വൻസി കൂട്ടുമ്പോൾ എന്ത് കൂടുണ്ടായിരുന്നു, കൈനറ്റിക് എനർജി വാസ് ഇൻക്രീസിങ്. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയാണ് രണ്ട് പാരാമീറ്റർ. മൂന്നാമത്തത് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ഇൻറ്റൻസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ, വെൻ ഇൻറ്റൻസിറ്റി വാസ് ഇൻക്രീസ്ഡ് എന്തായിരുന്നു, കൈനറ്റിക് എനർജി വാസ് റിമൈനിങ് സെയിം. കൈനറ്റിക് എനർജിയിൽ എന്ത് വരുന്നുണ്ടായിരുന്നില്ല, യാതൊരു മാറ്റവും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായിരുന്നു കൂടുതൽ വരുന്നുണ്ടായിരുന്നേ, ഫോട്ടോ കറൻറ്റ് വാസ് ഇൻക്രീസിങ്. ഫോട്ടോ കറൻറ്റ് പറഞ്ഞാൽ എന്താണ്, കറൻറ്റ് ഇല്ലെങ്കിൽ ഇലക്ട്രോൺസ് വെയർ ഇൻക്രീസിങ്. അതാണ് ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഫ്രീക്വൻസി ഇൻറ്റൻസിറ്റിയുടെയും ഈ കൈനറ്റിക് എനർജിയും നമ്മുടെ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ ഇൻക്രീസ് ഒന്നും കൂടിയും എക്സ്പ്ലെയിൻ ചെയ്തത് മോർ ക്ലിയർ ആരാണ്, ഐൻസ്റ്റൈൻ എക്സ്പ്ലെയിൻ ദിസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിലാണ് നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നേ, ക്വാണ്ട ഇല്ലെങ്കിൽ ക്വാണ്ടം എന്നുള്ള പേര് വന്നിട്ടുണ്ടായിരുന്നേ. ഐൻസ്റ്റൈൻ സെഡ് ദാറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോട്ടോൺസ്. ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട്, ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോട്ടോൺസ്. ഇപ്പോൾ ഐൻസ്റ്റൈൻ്റെ തിയറി ദിസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ മുകളിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. According to Einstein, first point he explained that light consists of what, photon. രണ്ടാമത്തത് he assumed that ഓരോ photon, each photon can eject only one electron from the metal. എന്താണ്,
ഓരോ ഫോട്ടോൺ പറയുമ്പോൾ എന്താണ്, ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോട്ടോൺസ്. ഓരോ ഫോട്ടോൺ എന്ത് ഇജക്റ്റ് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രോൺ മാത്രമേ മെറ്റൽ സർഫേസിന് ഇജക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. So when we say that each photon can eject only one electron from the metal പറയുമ്പോൾ എന്തായിരിക്കും, greater the energy possessed by the electron. ഈ ഇലക്ട്രോണിൻ്റെ എനർജി കൂടുതലാണെച്ചാൽ, greater the energy possessed by the photon എന്തായിരിക്കും, greater will be the transfer of energy to the electron. ഫോട്ടോണിൻ്റെ എനർജി കൂടുതലാണെച്ചാൽ എന്തായിരിക്കും, കൂടുതലാണ് എനർജി, അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, നമ്മുടെ ഇലക്ട്രോണിന് ട്രാൻസ്ഫർ ചെയ്യും. ഏത് ഇലക്ട്രോണിന്, നമ്മുടെ മെറ്റൽ സർഫേസുള്ള ഇലക്ട്രോൺ അല്ലേ. ഈ ഇൻസിഡൻറ്റ് ലൈറ്റ് പറയുമ്പോൾ എന്താണ്, മനസ്സിലായില്ലേ, ഈ ഇൻസിഡൻറ്റ് ലൈറ്റ് പറയുമ്പോൾ എന്താണ്, ഐൻസ്റ്റൈൻ പ്രകാരം അത് ഫോട്ടോൺ ആണ്. അപ്പോൾ ഈച്ച് ഫോട്ടോൺ ക്യാൻ ഇജക്റ്റ് വൺ ഇലക്ട്രോൺ. ഓരോ ലൈറ്റിൻ്റെ ഫോട്ടോൺ ഒരു ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായിരിക്കും, ഫോട്ടോൺസിൻ്റെ എനർജി കൂടുതലാണെച്ചാൽ എന്തായിരിക്കും, ഗ്രേറ്റർ വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ഫോട്ടോൺ എനർജി കൂടുതൽ കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇനി സ്പീഡിൽ എന്ത് ചെയ്യും, ഇജക്റ്റ് ചെയ്യും. ഇലക്ട്രോൺസ് സ്പീഡിൽ ഇജക്റ്റ് ചെയ്യും പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ തൊട്ട് മുമ്പേ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്താണ് ഇലക്ട്രോൺസ് സ്പീഡിൽ ഇജക്റ്റ് ചെയ്യും പറയുമ്പോൾ എന്താണ്, നമ്മുടെ കൈനറ്റിക് എനർജി ഇൻക്രീസസ്. സോ ഐൻസ്റ്റൈൻ അവനോൻ്റെ ഈ റിലേഷൻ ഈച്ച് ഫോട്ടോൺ, പിന്നെ ഐൻസ്റ്റൈൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്താണ്, ഈച്ച് ഫോട്ടോൺ ഹാസ് ആൻ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഫോട്ടോൻ്റെ എനർജി ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ഫോട്ടോണിൻ്റെ എനർജി തന്നെ. അപ്പോൾ ഈച്ച് ഫോട്ടോൺ ഹാസ് ആൻ എനർജി വിച്ച് ഈസ് ഗിവൺ ആസ് എന്താണ്, h nu. So according to Einstein equation, he gave that h nu equal to h nu 0 plus kinetic energy, where h nu is the എന്താണ്, energy of the photon. h nu 0 എന്താണ്, മിനിമം ഫ്രീക്വൻസി. ഈ മിനിമം ഫ്രീക്വൻസിയുടെ അപ്പുറത്ത് കടന്നാൽ മാത്രമേ ഇലക്ട്രോൺസ് ഇജക്റ്റ് ആവുള്ളൂ. കൈനറ്റിക് എനർജി എന്താണ്, ദ എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ. നമ്മുടെ കൈനറ്റിക് എനർജി ½ ആണ് പുറത്തോട്ട് വരുന്ന ഇലക്ട്രോൺസിൻ്റെ. സോ ദിസ് h nu 0 വാസ് ഓൾസോ ഡിഫൈൻഡ് ബൈ ആസ് phi, where phi is given as എന്താണ്, ഇറ്റ് ഈസ് ദ വർക്ക് ഫങ്ഷൻ ഓഫ് എ മെറ്റൽ. എന്താണ് phi? Phi is the work function of a metal, or it can be also represented as h nu equal to h nu 0 plus kinetic energy. നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് half mv², where m പറയുന്നത് എന്താണ്, മാസ് ഓഫ് ദ ഇലക്ട്രോൺ, ആൻഡ് v പറയുന്നത് m പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ മാസ് ഓഫ് ദ ഇലക്ട്രോൺ, ആൻഡ് v പറയുന്നത് എന്താണ്, v ഈസ് ദ, യെസ് എന്താണ് v ഈസ് ദ വെലോസിറ്റി ഓർ സ്പീഡ്. ഏതിൻ്റെ സ്പീഡ്, അസോസിയേറ്റഡ് വിത്ത് പുറത്തോട്ട് വരുന്ന ഇജക്റ്റ് ചെയ്യണ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ്. മനസ്സിലായില്ലേ? സോ ഇൻറ്റൻസിറ്റി ഓഫ് ബീം കൂട്ടുമ്പോൾ, ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ എന്താണ്, ബ്രൈറ്റ്നെസ് കൂട്ടുമ്പോൾ ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടാവും. ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉള്ളപ്പോൾ എന്തായിരിക്കും, ലാർജർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് വിൽ ബി ഓൾസോ ലാർജർ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. നമുക്ക് ഈ ഇക്വേഷൻ്റെ മുകളിൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, h nu equal to 5 പ്ലസ് കൈനറ്റിക് എനർജി. ഈ വാല്യൂ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിരിക്കും, കാരണം ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കഴിയുമ്പോഴാണ് നമുക്ക് ഇലക്ട്രോൺസ് ഇജക്റ്റ് ആവുന്നത്. ഓർ ഈ ഒരു ഫോർമുലയും ഓർത്ത് വെക്കുക. എന്താണ് ഈ ഫോർമുലയിൽ നമുക്ക് മനസ്സിലാവുന്നത്, ഇവിടെ ഒന്നും കൂടി പറയാം. എന്താണ് ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ, when the intensity is increased എന്തായിരിക്കും, it consists of large number of photons. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ it consists of എന്താണ്, large number of photons. large number of photons ആവുമ്പോൾ എന്തായിരിക്കും, number of ejected electrons will be also greater. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, മിനിമം ഫ്രീക്വൻസി, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താണ്, എന്തൊക്കെ പാരാമീറ്റേഴ്സിന് മുകളിലാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.